ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന വചന പഠന പദ്ധതിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. വെളിപാട് ഗ്രന്ഥത്തിലെ 16-ാം അധ്യായമാണ് നാം ഇന്ന് പഠനത്തിനും വിചിന്തനത്തിനുമായി എടുക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ 15-ാം അധ്യായത്തിലൂടെ നാം കടന്നു ചെന്നു. 15-ാം അധ്യായത്തിൽ പുറപ്പാടിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഒരു ദൈവസ്തുതി കീർത്തനമാണ് നമ്മൾ കാണുക. തിന്മയുടെ ശക്തികളെയെല്ലാം ഉന്മൂലനം ചെയ്യുമ്പോൾ ദൈവജനം നൽകുന്ന ആ ഒരു സ്തുതി കീർത്തനം, തിന്മയുടെ ശക്തികളെ ഉന്മൂലനം ചെയ്യുമ്പോൾ ദൈവം തൻ്റെ നീതി ഇവിടെ വെളിവാക്കുന്നു എന്ന് നാം കണ്ടു. അതുപോലെ തന്നെ തിന്മയുടെ ശക്തികളെ ഉന്മൂലനം ചെയ്യുമ്പോൾ ആ ശക്തികളോട് കൂടെ നിൽക്കുന്ന ആ ജനതകൾ അവർ തിരികെ ദൈവത്തിങ്കിലേക്ക് വരുമെന്നുള്ള ആ പ്രതീക്ഷയും നാം അവിടെ കാണുന്നുണ്ട്. ദൈവജനത്തിന് നൽകുന്ന ആ രക്ഷയിൽ സർവ്വ ജനതകളും പങ്കുചേരും. അങ്ങനെയെങ്കിൽ വെളിപാട് ഗ്രന്ഥം ഒരു സർവനാശത്തെക്കുറിച്ചുള്ള വിവരണമല്ല. പലപ്പോഴും നമ്മൾ വെളിപാട് ഗ്രന്ഥത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന സർവനാശത്തെക്കുറിച്ചാണല്ലോ പറയുക. അതുകൊണ്ട് തന്നെ ലോകാവസാനത്തെക്കുറിച്ചുള്ള ഒരു വിവരണമായിട്ടും നമ്മൾ വെളിപാട് ഗ്രന്ഥത്തെ നാം എടുക്കാറുണ്ട്. പക്ഷെ നാം ഈ വെളിപാട് ഗ്രന്ഥത്തിൻ്റെ വിവരണങ്ങളിലേക്ക് ആഴത്തിലിറങ്ങിച്ചെല്ലുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നൊരു കാര്യം, ഇത് ശിക്ഷയെക്കുറിച്ച് എന്നതിനേക്കാൾ രക്ഷയെക്കുറിച്ചുള്ള ഒരു ഗ്രന്ഥമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് മനുഷ്യന് പ്രതീക്ഷ നൽകുന്ന ഒരു സന്ദേശമാണ് ഇതിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. ഈ വെളിപാട് ഗ്രന്ഥം സന്തോഷത്തോടെ വായിക്കുവാൻ നമുക്ക് അതിനാൽ സാധിക്കും. അപ്പോൾ അതിൻ്റെ തുടർന്നുള്ള വിവരണങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇനി 16-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 3-ാമത്തെ സപ്തഗണത്തെക്കുറിച്ചുള്ള വിവരണമാണ് നമ്മൾ കാണുക. ആദ്യം അതിൻ്റെ ആദ്യത്തെ 1-2 വചനങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 16-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ദേവാലയത്തിൽ ആ 7 ദൂതന്മാരോടും പറയുന്ന ഒരു വലിയ സ്വരം ഞാൻ കേട്ടു. നിങ്ങൾ പോയി ദൈവകോപത്തിൻ്റെ ആ 7 പാത്രങ്ങൾ ഭൂമിയിലേക്ക് ഒഴിക്കുക. 1-ാമൻ പോയി തൻ്റെ പാത്രം ഭൂമിയിലേക്ക് ഒഴിച്ചു. വീണ്ടും 3-ാമത്തെ വാക്യത്തിൽ 2-ാമൻ തൻ്റെ പാത്രം കടലിലേക്ക് ഒഴിച്ചു. ഇനി 4-ാമത്തെ വാക്യത്തിൽ 3-ാമൻ തൻ്റെ പാത്രം നദികളിലും നീർ ഉറവകളിലും ഒക്കെ ഒഴിച്ചു. അപ്പോൾ അങ്ങനെ ക്രോധത്തിൻ്റെ പാത്രങ്ങൾ അത് ചൊരിയുന്നതിൻ്റെ വിവരണങ്ങളാണ് ഇവിടെ കാണുക. ഇപ്പം ഇതിനു മുമ്പുള്ള ആ 2 സപ്തഗണങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒന്നിന് പിറകെ ഒന്നായിട്ട് ഈ 7 പാത്രങ്ങളും ചൊരിയപ്പെടുന്നത് ഇവിടെ വിവരിക്കുന്നു. ഒരു ഇടവേളയുമില്ലാതെ ഇത് ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തിക്കും ഒരു സമയം കൊടുക്കാതെ ഇത് ഇവിടെ ചൊരിയപ്പെടുന്നത് നമ്മൾ കാണുന്നു. അപ്പോൾ 15-ാമത്തെ അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത് പോലെ തന്നെ പുറപ്പാടിൻ്റെ ആ പ്രതീകങ്ങൾ ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു. 15-ാം അധ്യായത്തിൽ മോശയുടെ ഗീതവും കുഞ്ഞാടിൻ്റെ ഗീതവും എന്നൊക്കെ പറയുമ്പോൾ പുറപ്പാടിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ മുതൽ ഈ പുറപ്പാട് വിവരണത്തിലെ പ്രതീകങ്ങൾ വളരെ ശക്തമായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ പ്രതീകങ്ങൾ അത് തീർച്ചയായിട്ടും പഴയ നിയമത്തിൽ ഈജിപ്തുകാർക്ക് എതിരായിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. ഇനി ഇവിടെ അതിന് സമാനമായിട്ട് മൃഗത്തെയും മൃഗത്തെ ആരാധിക്കുന്നവരെയും ഈ ബാധകൾ ബാധിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ പഴയ നിയമത്തിൽ ഫറവോയുടെ ആ ശക്തി തകർന്നടിയുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം
ആ ഫറവോയുടെ കീഴിൽ അടിമപ്പണി ചെയ്തിരുന്ന ജനതയൊക്കെ അവിടെ നിന്ന് പുറപ്പെട്ട് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ആ സംവിധാനങ്ങൾ ഇവരുടെ കഠിനാധ്വാനത്തെ അടിസ്ഥാനമാക്കി അതിൽ പണിതുയർത്തപ്പെട്ടിരുന്ന ആ ഒരു ഫറവോയുടെ സാമ്രാജ്യം ക്ഷയിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഈ മൃഗത്തിൻ്റെ സാമ്രാജ്യവും തകർന്നടിയുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇനി ഇവിടെ നമ്മൾ മുൻ അധ്യായങ്ങളിൽ കണ്ടതുപോലെ ഈ മഹാമാരികളുടെ ഇടയ്ക്കും ആരാധനയുടെ രംഗവും ഉൾച്ചേരുന്നുണ്ട്. മൂന്നാമത്തെ ബാധയ്ക്ക് ശേഷം ആരാധനയുടെ രംഗമാണ് ഉള്ളത്. അപ്പോൾ ആരാധനയും ഈ വിവരണത്തിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ 7 ബാധകളും ക്രോധത്തിൻ്റെ പാത്രങ്ങൾ ചുരയപ്പെടുന്ന ആ ബാധകളും ഒക്കെ വിവരിക്കുമ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലല്ല, അതൊക്കെ ആരാധനയുടെ പശ്ചാത്തലത്തിൽ വേണം അതിനെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം ഇത് ഈ ആരാധനയുടെ രംഗം ഇവിടെ കൊണ്ടുവരുന്നതിൻ്റെ സാങ്കത്യം എന്താണ്? മൃഗത്തെ ആരാധിക്കുന്നതിൻ്റെ പരിണത ഫലങ്ങളാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ യഥാർത്ഥ ആരാധനയെ സൂചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യാജ ആരാധനയിൽ പങ്കുചേരുന്നതിൻ്റെ പരിണിത ഫലങ്ങളും ഇവിടെ സൂചിപ്പിക്കുന്നു. ഇനി 7ാമത്തെ ആ പാത്രം കലശം ഇവിടെ ഒഴിക്കുമ്പോഴും വളരെ വ്യത്യസ്തമായിട്ടുള്ള അവതരണമാണ് നമ്മൾ കാണുക. മുൻ വിവരണങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള വിവരണങ്ങൾ നമ്മൾ ഇവിടെ കാണുന്നു. ഇവിടെയുള്ള ഈ 7 ബാധകൾ അത് പ്രപഞ്ചത്തെ മുഴുവൻ ബാധിക്കുന്ന ഗ്രസിക്കുന്ന ബാധകളാണ്. ഇനി ഈ പ്രപഞ്ചം ദൈവത്തിൻ്റെ ശിക്ഷ ഏൽക്കുന്നതായിട്ട് നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് പ്രപഞ്ചം ദൈവത്തിന് ശിക്ഷ ഏൽക്കുന്നത്? ഇവിടെ ദൈവത്തിൻ്റെ ശിക്ഷയ്ക്ക് ഇവർ വിധേയമാകുന്നതിൻ്റെ ഒരു കാരണം ദൈവിക തലത്തെ മാറ്റി നിർത്തി ഭൗമിക ജീവിതം കെട്ടിപ്പടുക്കുന്നതിൻ്റെ അനന്തരഫലങ്ങളാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവത്തെ മാറ്റി നിർത്തി പണിതുയർത്തുന്ന എന്തും അത് തീർച്ചയായിട്ടും തകർന്നടിയും. അപ്പോൾ അതിൻ്റെ ഒരു ചിത്രം നമ്മൾ പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിലും കാണുന്നുണ്ട്. ബാബേൽ ഗോപുരത്തിൻ്റെ വിവരണത്തിലും ആകാശമുട്ടെ നിർമ്മിക്കുന്ന ആ ഒരു ഗോപുരം, ദൈവത്തിൻ്റെ ഇടം വരെ എത്തുന്ന ആ ഒരു ഗോപുരം എന്ന് വെച്ചാൽ അർത്ഥമാക്കുന്നത് ആ ദൈവത്തിൻ്റെ സിംഹാസനത്തെ തകിടം മറിക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ട് പണിതുയർത്തുന്ന ആ ഒരു സംവിധാനം. അപ്പോൾ അതൊക്കെ അവസാനം ചിന്നിച്ചിതറിപ്പോവുകയേ ഉള്ളൂ എന്നാണ് ഇവിടെ പറയുക. അപ്പോൾ മനുഷ്യൻ്റെ ആ തെറ്റായിട്ടുള്ള ചില മൂല്യവ്യവസ്ഥിതികൾ അതാണ് ഈ പ്രപഞ്ചഘടനയൊക്കെ അത് തകിടം മറിക്കുന്നത്. ഇപ്പോൾ മനുഷ്യൻ കൂടെ പിഞ്ചെല്ലുന്ന ചില മൂല്യങ്ങൾ പുരോഗതിക്കെന്നുള്ള ആ ഒരു ഭാവേന അവരൊക്കെ ചെയ്തു കൂട്ടുന്ന ചില കാര്യങ്ങൾ അതൊക്കെ തീർച്ചയായിട്ടും അത് ചൂഷണവും അടിച്ചമർത്തലുമൊക്കെയാണ്. അപ്പോൾ ഈ ചൂഷണത്തിൻ്റെ വഴികളും അടിച്ചമർത്തലിൻ്റെ ആ വഴികളുമൊക്കെ അത് അവസാനം നാശത്തിൽ ചെന്ന് അവസാനിക്കുകയുള്ളൂ എന്നിവിടെ വ്യക്തമാക്കുന്നു. അപ്പോൾ ഈ ഒരു വിവരണം, ഈ ഒരു ഭാഗം അത് ലക്ഷ്യം വയ്ക്കുന്നത് ദൈവത്തെ മാറ്റി നിർത്തി പണിതുയർത്തുന്ന സംവിധാനങ്ങളൊക്കെ അത് തകർന്നടിയും ജീർണതയിൽ എത്തിച്ചേരുമെന്നാണ്. അപ്പോൾ ദൈവികതയില്ലാതെ നശ്വരമായിട്ടുള്ള പ്രപഞ്ചം ജീർണതയിലേക്ക് പതിക്കുന്നത് നാം ഇവിടെ കാണുന്നു. അപ്പോൾ തിന്മയുടെ സംവിധാനങ്ങളെല്ലാം ആത്യന്തികമായിട്ട് തകർന്നടിയും എന്നുള്ള ആ ഒരു സത്യം ഇവിടെ ഈ വിവരണത്തിലൂടെ ഗ്രന്ഥകാരൻ വിശ്വാസി സമൂഹത്തിന് മുന്നിൽ, ആരാധന സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നു. ഇനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രപഞ്ചം പുനർസൃഷ്ടിക്കുന്ന ദൈവത്തിൻ്റെ കരുണയുടെ മറുരൂപമാണ് തിന്മയ്ക്കെതിരെയുള്ള ദൈവത്തിൻ്റെ ഇടപെടൽ, ദൈവത്തിൻ്റെ ഈ ഒരു കോപം. അപ്പോൾ ഈ 16-ാം അധ്യായത്തിൽ 3-ാമത്തെ സപ്തഗണത്തിലൂടെ ഇവിടെ അവതരിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ നിർണായകമായ ആത്യന്തികമായ ഇടപെടലാണ്. ചരിത്രത്തിലുള്ള ഇടപെടൽ, തിന്മയുടെ ശക്തികൾക്കെതിരെയുള്ള ഇടപെടൽ. ദൈവത്തെ കൂടാതെ പടുത്തുയർത്തുന്ന സർവ്വതും അത് നശിക്കും എന്നുള്ളതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇവിടെയുള്ളത്. ഇനി നമുക്ക്
ഇതിലെ ഓരോ വചനങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. അപ്പോൾ അതെന്ത് അർത്ഥമാക്കുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. 16-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. ദേവാലയത്തിൽ ആ 7 ദൂതന്മാരോടും പറയുന്ന വലിയ ഒരു സ്വരം ഞാൻ കേട്ടു. നിങ്ങൾ പോയി ദൈവകോപത്തിൻ്റെ ആ 7 പാത്രങ്ങൾ ഭൂമിയിലേക്ക് ഒഴിക്കുക. തിന്മയ്ക്കെതിരെയുള്ള ദൈവത്തിൻ്റെ നിർണായകമായ ഇടപെടൽ ഇവിടെ ആരംഭിക്കുന്നു. ഇപ്പോൾ ദേവാലയത്തിൽ എന്നുള്ള ആ പ്രയോഗത്തിലൂടെ ഇവിടെയുള്ള വിവരണങ്ങൾ ആരാധനയുടെ ആ പശ്ചാത്തലത്തിൽ ദൈവജനം വിലയിരുത്തണം, മനസ്സിലാക്കണം എന്ന് തന്നെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദൈവകോപം എന്ന് പറയുന്നത് തിന്മയ്ക്കെതിരെയുള്ള ദൈവത്തിൻ്റെ ഇടപെടലാണ്. തിന്മ പ്രവർത്തിക്കുന്നവർക്കെതിരെയുള്ള ആ ഒരു ഇടപെടലൊന്നുമല്ല. അപ്പോൾ ഇവിടെ ആ 7 ദൂതന്മാരോട് പറയുന്ന ഒരു വലിയ സ്വരം കേട്ടു എന്ന് പറയുമ്പോൾ അത് ഈ ഒരു ഭാഗത്തിൻ്റെ ഈ ഒരു വിവരണത്തിൻ്റെ പ്രാധാന്യം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ വലിയ സ്വരം, അത് ഈ വിവരണം അത് വളരെ പ്രാധാന്യം അറിയിക്കുന്നത് പറയുന്നു. ഇനി ദേവാലയത്തെക്കുറിച്ചുള്ള ആ ഒരു സൂചന, അത് ഈ വിവരണം ആരാധനയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കണം എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പോൾ വിശ്വാസികളുടെ പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെടുത്തി ഈ പാത്രങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ 8-ാം അധ്യായത്തിലൊക്കെ അവിടെ നാം കാണുന്നുണ്ട്. പാത്രത്തിൽ നിന്ന് ഉയരുന്ന ആ ധൂപം അത് പ്രാർത്ഥനയായിട്ട് ദൈവസന്നിധിയിലേക്ക് ഉയരുന്നു. അപ്പോൾ ആ പ്രാർത്ഥനയ്ക്കുള്ള പ്രത്യുത്തരമാണ് നാം ഇവിടെ കാണുക. ഇനി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ വീഞ്ഞ് ഒഴിക്കുക എന്നുള്ള പ്രതീകം, അപ്പോൾ അതും പഴയ നിയമത്തിൽ, അതുപോലെ തന്നെ അന്നാൾ പൗരാണിക കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഗ്രീക്ക് റോമൻ സംസ്കാരങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ചില ആചാരങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. അപ്പോൾ സുരക്ഷയ്ക്കായിട്ട് അവർ ഇങ്ങനെ ഭൂമിയിൽ വീഞ്ഞ് ഒഴിക്കുന്ന പതിവുമൊക്കെ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് കടൽ യാത്രയ്ക്ക് മുമ്പ് കടലിൽ ഒക്കെ അവർ ഗ്രീക്കുകാർ ഒരു പാത്രം വീഞ്ഞ് ഒഴിക്കുമായിരുന്നു അത്രേ. അപ്പോൾ അവിടെ അത് സുരക്ഷയ്ക്കായിട്ടാണ് അത് ആ വീഞ്ഞ് ഒഴിക്കുന്നതെങ്കിൽ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ കലശങ്ങൾ ചൊരിയുമ്പോൾ ക്രോധവും ദൈവത്തിൻ്റെ ശിക്ഷയുമൊക്കെയാണ് കടന്നു വരിക. അപ്പോൾ ദൈവകോപത്തിൻ്റെ ആ 7 പാത്രങ്ങൾ ഭൂമിയിലേക്ക് ഒഴിക്കുക. അപ്പോൾ ദൈവത്തെ കൂടാതെ പടുത്തുയർത്തപ്പെട്ടിരിക്കുന്ന ഭൂമിയിലെ സംവിധാനങ്ങൾക്കെതിരെയുള്ള ദൈവത്തിൻ്റെ ഇടപെടലാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി 2-ാമത്തെ വാക്യം. 1-ാമൻ പോയി തൻ്റെ പാത്രം ഭൂമിയിലേക്കൊഴിച്ചു. അപ്പോൾ മൃഗത്തിൻ്റെ അടയാളമുള്ളവരും അതിൻ്റെ പ്രതിമ ആരാധിക്കുന്നവരുമായ മനുഷ്യരുടെ ശരീരത്തിൽ അഴുകിയതും ദുഷിച്ചതുമായ വ്രണങ്ങൾ ഉണ്ടായി. അപ്പോൾ 1-ാമത്തെ പാത്രം ഒഴിക്കുമ്പോൾ വരുന്ന ശിക്ഷ. ഇനി ഇവിടെ വരുന്ന പല പ്രതീകങ്ങളും നേരത്തെ സൂചിപ്പിച്ചതുപോലെ പഴയ നിയമത്തിലെ പുറപ്പാട് വിവരണത്തിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ ആ പുറപ്പാടിലെ ആ ബാധകളുമായിട്ട് ഇതിലുള്ള പല ബാധകളെയും നമുക്ക് ബന്ധപ്പെടുത്തുവാനായിട്ടൊക്കെ സാധിക്കും. ഇനി ഇവിടെ ഒഴിക്കുന്ന ക്രോധത്തിൻ്റെ ആ പാത്രങ്ങൾ ചൊരിയുന്നത് ഭൂമിയിലേക്കാണ്. അപ്പോൾ അതിനും പഴയ നിയമത്തിലെ ദേവാലയത്തിലെ ചില ആചാരങ്ങളുമായിട്ട് ചിലപ്പോഴൊക്കെ ബന്ധിപ്പിക്കാറുണ്ട്. ഇസ്രായേൽ പുരോഹിതർ നൈവേദ്യം ബലിപീഠത്തിൻ്റെ ചുവട്ടിലാണ് ഒഴിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും പ്രാർത്ഥനയുടെ ഒരു ഭാഗം തന്നെയാണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ അത് വ്യത്യസ്തമായിട്ട്, ഇസ്രായേലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ദൂതൻ ദേവാലയത്തിൽ നിന്ന് മാറി ഭൂമിയിലേക്കാണ് ഒഴിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭൂമി, ഭൗമികമായവ, ഭൂവാസികൾ, ഇവയൊക്കെ നിഷേധാർത്ഥത്തിലാണ് പലപ്പോഴും വെളിപാട് ഗ്രന്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവികതയില്ലാത്ത ആ തലങ്ങൾ ശിക്ഷയേറ്റു വാങ്ങുന്നതാണ് ഇവിടെ അവതരിപ്പിക്കുക. ഇനി അതോടൊപ്പം തന്നെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ആ മനുഷ്യരെക്കുറിച്ചുള്ള ചില സൂചനകൾ. അപ്പോൾ അവർ മൃഗത്തിൻ്റെ അടയാളമുള്ളവരാണ്. ഇപ്പോൾ വെളിപാട് ഗ്രന്ഥത്തിൽ 2 കൂട്ടരെ നമ്മൾ കാണുന്നുണ്ട്. നമ്മളതിൻ്റെ പ്രാരംഭ ഭാഗത്ത് നമ്മൾ കണ്ടിരുന്നു. വെളിപാടിൽ ആ ദ്വിമാന വീക്ഷണത്തിൽ
രണ്ട് വ്യത്യസ്ത ഗണങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർ, പൈശാചിക ശക്തികളോട്, തിന്മയുടെ ശക്തികളോട് ചേർന്ന് നിൽക്കുന്നവർ. അപ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരുടെ നെറ്റിയിൽ മുദ്രയുണ്ടെങ്കിൽ ഈ മൃഗത്തിൻ്റെ കൂടെ നിൽക്കുന്നവരുടെ കൈത്തണ്ടയിൽ അടയാളം ഉണ്ട്. അപ്പോൾ ആ മൃഗത്തിൻ്റെ അടയാളമുള്ളവരെന്ന് പറയുമ്പോൾ ആ മൃഗത്തോട്, ആ സംവിധാനങ്ങളോട് ചേർന്ന് നിൽക്കുന്നവർ എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ആദ്യം ഈ മൃഗത്തിൻ്റെ അടയാളമുള്ളവർക്ക് വലിയ ആനുകൂല്യങ്ങളൊക്കെ ലഭിച്ചിരുന്നു. കാരണം നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു, ഈ കൊടുക്കൽ വാങ്ങൽ ഒക്കെ നടത്തണമെങ്കിലും മൃഗത്തിൻ്റെ മുദ്ര വേണം. അതായത് ആ സംവിധാനത്തിൻ്റെ ഭാഗമായെങ്കിൽ മാത്രമേ അതിൻ്റെ ആനുകൂല്യങ്ങൾ, സാമ്പത്തിക ആനുകൂല്യങ്ങളിലൊക്കെ പങ്കുചേരുവാനായിട്ട് അവർക്ക് സാധിക്കുമായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോഴാകട്ടെ ദൈവത്തിൻ്റെ വിധി നടപ്പാകുമ്പോൾ അത് അവർക്ക് ശിക്ഷയുടെ ഒരു കാരണമായിട്ടൊക്കെ മാറുന്നു. ഇപ്പോൾ അവർക്ക് ലഭിക്കുന്നത് ശിക്ഷയുടെ വ്രണങ്ങളാണ്. ഈ ശിക്ഷയുടെ വ്രണങ്ങൾ അത് പഴയ നിയമത്തിലെ ആ പുറപ്പാട് ചരിത്രത്തിലെ വ്രണങ്ങളും ബാധയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ പുറപ്പാട് പുസ്തകം 9-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം നമുക്ക് നിൽക്കാം. കർത്താവ് മോശയോടും അഹ്റോനോടും അരുൾ ചെയ്തു, ചൂളയിൽ നിന്ന് കൈ നിറയെ ചാരം വാരുക, ഫറവോ കാണുകെ അത് ആകാശത്തിലേക്ക് വിതറട്ടെ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ പറയുന്നത്, അത് രാജ്യമാസകലമുള്ള മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ദേഹത്ത് പൊട്ടിയൊലിക്കുന്ന വ്രണങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ആ പഴയ നിയമത്തിലെ ആ ഒരു പ്രതീകം തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫറവോയുടെ കൂടെ നിൽക്കുന്നവർ അല്ലെങ്കിൽ തിന്മയുടെ കൂടെ നിൽക്കുന്നവർ നേരിടേണ്ടി വരുന്ന ആ ചില ശിക്ഷകൾ. ഇനി ഇത് ആ പുറപ്പാടിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമല്ല, പിന്നീട് അത് നിയമാവർത്തന പുസ്തകത്തിൽ ദൈവത്തെ അനുസരിക്കാത്തവരെക്കുറിച്ച് പറയുമ്പോഴും ഇത് തന്നെ നമ്മൾ കാണുന്നുണ്ട്. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 27-ാമത്തെ വാക്യം, നിയമാവർത്തന പുസ്തകം 28, 27 നിങ്ങൾ ബൈബിളുണ്ടെങ്കിൽ ഒന്ന് തുറന്ന് നോക്കുക. ഈജിപ്തിനെ ബാധിച്ച പരുക്കളും അർബുദവും ചൊറിയും ചെരങ്ങും കൊണ്ട് കർത്താവ് നിന്നെ പീഡിപ്പിക്കും, അവയിൽ നിന്ന് നീ ഒരിക്കലും വിമുക്തനാവുകയില്ല. അത് ഇസ്രായേൽ ജനത്തിൻ്റെ അനുസരണക്കേടിന് നൽകുന്ന ശിക്ഷയാണ്. അപ്പോൾ ദൈവത്തെ അനുസരിക്കാത്തവർ, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവർക്ക് ലഭിക്കുന്ന ആ ശിക്ഷയാണ് ഇവിടെ വിവരിക്കുന്നത്. അപ്പം ഇത് മറുവശത്ത് ദൈവത്തിൻ്റെ സർവാധികാരം സൂചിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആദ്യം മൃഗത്തിൻ്റെ കൂടെ നിൽക്കുന്നവർ, മൃഗത്തിൻ്റെ അടയാളമുള്ളവരൊക്കെ ആർമാദിക്കുമ്പോൾ, സന്തോഷിക്കുമ്പോൾ, തീർച്ചയായിട്ടും പിന്നീട് ദൈവത്തിന് ശിക്ഷ വരുമ്പോൾ അവർ പരിതപിക്കുവാനായിട്ട്, വിലപിക്കുവാനായിട്ട് തുടങ്ങുന്നു. അപ്പോൾ ഇവിടെ നാം കാണുന്നു, ഈ തിന്മയുടെ ശക്തിയുടെ പിന്നാലെ പോകുന്നവർ അല്ലെങ്കിൽ വ്യാജത്താൽ ആകർഷിക്കപ്പെടുന്നവർ, അവർക്ക് നിത്യമായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയില്ല, അവർക്ക് നിലനിൽപ്പില്ല എന്ന് നമ്മൾ കാണുന്നു. അപ്പോൾ തിന്മയുടെ ശക്തികൾ മാത്രമല്ല, ഈ ശക്തികളുടെ പിന്നാലെ പോകുന്നവർക്കും സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുക. അപ്പോൾ അവരുടെയും അന്ത്യം ദയനീയമായിരിക്കും എന്ന് വെളിപാട് ഗ്രന്ഥകാരൻ പറയുന്നു. അപ്പോൾ ഇവിടെ ഈ രാജ ആരാധനയ്ക്കെതിരായിട്ടാണ് ഇവിടെ ഈ പറയുന്നത്. അപ്പോൾ തിന്മയുടെ ശക്തികളുടെ കൂടെ നിൽക്കുന്നവരെ എല്ലാം ദൈവം ശിക്ഷിക്കുന്നു. അപ്പോൾ പുറപ്പാടിൻ്റെ അതേ ചിത്രങ്ങൾ എടുത്തുകൊണ്ട്, അതേ പ്രതികൾ എടുത്തുകൊണ്ടാണ് ഇവിടെ അവതരിപ്പിക്കുക. ഇനി എന്തുകൊണ്ടാണ് ഇവർക്കെതിരെ ദൈവം ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നത്? അങ്ങനെയെങ്കിലും അവർ ദൈവത്തിലേക്ക് തിരികെ വരണമെന്ന് നമുക്കറിയാം. നമ്മൾ 9-ാം അധ്യായത്തിൽ കണ്ടിരുന്നു, ഈ ശിക്ഷകളൊന്നും ജനത്തെ മനസ്താപത്തിൽ നയിക്കുന്നില്ല. ഇപ്പോൾ ഇവിടെയും നമ്മൾ ആ ഒരു സൂചന പിന്നീട് നമ്മൾ കാണും. പക്ഷേ ദൈവം ഇവർക്കൊക്കെ വീണ്ടും സമയം നൽകുന്നതാണ് നമ്മളിവിടെ കാണുക. അപ്പോൾ ഈ തിന്മയുടെ കൂടെ നിൽക്കുന്നവരെ ദൈവം ഉന്മൂലനം ചെയ്യുന്നില്ല, അവരെ ശിക്ഷിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് വീണ്ടും അവർക്ക് മനസ്തപിക്കുവാനായിട്ട്, അനുതപിക്കുവാനായിട്ട് സമയം കൊടുക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. ഇനി അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് കടക്കാം. രണ്ടാമൻ തൻ്റെ പാത്രം കടലിലേക്കൊഴിച്ചു, അപ്പോൾ അത് മരിച്ചവൻ്റെ രക്തം പോലെയായി, കടലിലെ സർവ്വജീവികളും ചത്തു. ഇപ്പോൾ കടലിലേക്ക് ഒഴിക്കുമ്പോൾ ജലം മുഴുവൻ രക്തമായിട്ട് മാറുന്നതാണ് നമ്മൾ കാണുക. ഇത് പുറപ്പാട് വിവരണത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിത്രമാണ്. പുറപ്പാടിൽ ഇതിന് സമാനമായിട്ടുള്ള ഒരു വിവരണം നമ്മൾ കാണുന്നില്ല.
അപ്പോൾ നമ്മളിവിടെ കാണുന്ന ഈ മൂന്നാമത്തെ സപ്തഗണത്തിൽ കാണുന്ന പല വിവരണങ്ങളും രണ്ടാമത്തെ സപ്തഗണത്തിൽ കാഹളങ്ങളുടെ വിവരണത്തിൽ കാണുന്നതിനോട് സാമ്യമുള്ളവയാണ്. അപ്പോൾ ഇതിന് സാമ്യമുള്ള വിവരണം നമ്മൾ 8-ാം അധ്യായത്തിൽ 8-9 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ കാണുന്ന അതേ ക്രമത്തിൽ തന്നെയാണ് ഇവിടെയും ഈ ബാധകളൊക്കെ അവതരിപ്പിക്കുക. കാഹളത്തിൻ്റെ വിവരണത്തിൽ ഭൂമി, കടൽ, നദി, സൂര്യൻ എന്ന ക്രമത്തിലാണ് ഈ വിവരണങ്ങൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയും അതേ ക്രമത്തിൽ തന്നെയാണ് ബാധകൾ കടന്നു വരുന്നത്. അപ്പോൾ അതിൻ്റെ അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് അത് കുറച്ചുകൂടി ശക്തമായിട്ട് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. ഇവിടെ വീഞ്ഞ് ഒഴിക്കുന്ന അല്ലെങ്കിൽ ഈ ക്രോധത്തിൻ്റെ പാത്രം ഒഴിക്കുന്നതിൻ്റെ പശ്ചാത്തലം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഗ്രീക്ക്, റോമൻ സംസ്കാരങ്ങളിലൊക്കെ കപ്പലയാത്ര തുടങ്ങുന്നതിന് മുമ്പ് വീഞ്ഞ് ഒഴിച്ചിരുന്നു. സിയൂസ് ദേവനെ പ്രീതിപ്പെടുത്തുവാനായിട്ട് ആണ് അത് ചെയ്തിരുന്നത്. അപ്പോൾ ആ കപ്പലയാത്രയിൽ അപകടമൊന്നും സംഭവിക്കാതിരിക്കാനായിട്ട് അവർക്ക് സംരക്ഷണം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ ഇത് ഒഴിക്കുമ്പോൾ സംരക്ഷണത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് അത് നാശത്തിന് കാരണമായിട്ട് മാറുന്നു. ഇവിടെ ദൈവത്തിൽ നിന്ന് വരുന്ന ആ ക്രോധം കടലിനെ നരക തുല്യമാക്കി മാറ്റുന്നു, മരണ തുല്യമാക്കി മാറ്റുന്നു. അപ്പോൾ കടലിനെ മരണതുല്യമാക്കി മാറ്റുന്ന ആ പ്രതീകത്തിൻ്റെ കാരണം എന്താണ്? ഈ കടൽ എന്ന് പറയുന്ന ആ ഒരു പ്രതീകം അത് അന്നത്തെ ആ സംവിധാനങ്ങളെ മുഴുവൻ സൂചിപ്പിക്കുന്നതാണ്. നമുക്കറിയാം, കടലിൽ നിന്ന്, സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം ജനതകളെയൊക്കെ മയക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ മായിക വലയത്തിൽ പെടുന്ന ആ ജനങ്ങൾ അതിൻ്റെ പിന്നാലെ പോകുന്നു, അതിനെ ആരാധിക്കുന്നു. അപ്പോൾ അത് പ്രതിനിധാനം ചെയ്യുന്ന ആ സംവിധാനങ്ങളുമായി ഒത്തുചേർന്ന് പോകുന്നു. അപ്പം അത് മിക്കവാറും അന്നുണ്ടായിരുന്ന ആ സംവിധാനങ്ങളെ അല്ലെങ്കിൽ രാഷ്ട്രീയ ശക്തികളെയാണ് സൂചിപ്പിക്കുന്നത്. സമുദ്രങ്ങൾ വ്യാപിച്ച് കിടക്കുന്ന ആ വലിയ സാമ്പത്തിക രാഷ്ട്രീയ ശക്തികൾ. റോമൻ സാമ്രാജ്യം നമുക്കറിയാം, കടലുകളെല്ലാം കീഴടക്കിയാണ് ആ സാമ്രാജ്യം വികസിച്ചത്. അപ്പോൾ ആ ഒരു സാമ്രാജ്യം, കടലുകളെല്ലാം കീഴടക്കി വളർന്ന ആ സാമ്രാജ്യം അത് മരണത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് മാറുന്നു. അതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട് സാമ്രാജ്യത്തിൽ നടക്കുന്ന കടൽ വ്യാപാരം. അപ്പോൾ നാവികരെക്കുറിച്ചുള്ള സൂചന വരുന്നുണ്ട്. 18-ാം അധ്യായം വരുമ്പോൾ ബാബിലോൺ നശിക്കുമ്പോൾ ഈ വ്യാപാരികളൊക്കെ വിലപിക്കുന്ന നമ്മളൊക്കെ കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പഴയ നിയമത്തിൽ വിവരിക്കപ്പെടുന്ന ബാബിലോൺ എന്ന ആ രാജ്യം, അത് ഒക്കെ രക്തം ചിന്തിയാണ് ഈ സാമ്രാജ്യങ്ങളൊക്കെ പടുത്തുയർത്തപ്പെട്ടത്. അപ്പോൾ കടൽ രക്തമായി മാറി എന്ന് പറയുമ്പോൾ ഇവിടെ അർത്ഥമാക്കുന്നത് ഇതൊക്കെ സൂചിപ്പിക്കുന്ന ആ സാമ്രാജ്യങ്ങൾ അവ ദൈവത്തിന് ശിക്ഷ ഏറ്റുവാങ്ങുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ രക്തം ചിന്തിയൊക്കെ അവർ പടുത്തുയർത്തിയ ഈ സാമ്രാജ്യത്തിൻ്റെ തീരങ്ങളിൽ രക്തത്തിൻ്റെ അലയടികളാണ് നമ്മളൊക്കെ കാണുക. അപ്പോൾ ഇതെല്ലാം അർത്ഥമാക്കുന്നത് ജീവനല്ല, അത് മരണം തന്നെയാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി നമ്മൾ 11-ാമത്തെ അധ്യായത്തിൽ സാക്ഷികളെ ഇവരൊക്കെ വധിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ വരുമ്പോൾ ഈ സാക്ഷികളെ അല്ലെങ്കിൽ ദൈവജനത്തെ പീഡിപ്പിച്ച അവരെയൊക്കെ വധിച്ച ഈ സാമ്രാജ്യങ്ങൾ, ശക്തികൾ, അവർ ആ മരണത്തിൻ്റെ ഒരു പ്രതീകമായിട്ടൊക്കെ മാറി നമ്മൾ കാണുന്നു. അപ്പോൾ ഇവരൊക്കെ, ഈ സാമ്രാജ്യങ്ങളൊക്കെ പടുത്തുയർത്തപ്പെട്ട ഈ സമുദ്രം അത് മരണത്തിൻ്റെ ഒരു സ്രോതസ്സായിട്ട് മാറുന്നു. അപ്പോൾ ജീവൻ്റെ സാർവത്രികമായിട്ടുള്ള നാശമാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ പ്രപഞ്ചത്തിന് നാശം ചിത്രീകരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? പുതിയൊരു ലോകം അത് ഇവിടെ ഉദയം ചെയ്യും. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ നാശം എന്ന് പറയുമ്പോൾ അത് തിന്മയുടെ ശക്തികളുടെ അന്ത്യമാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇനി പുതിയൊരു ലോകം, അത് ജീവൻ്റെ സ്രോതസ്സ്, അത് തീർച്ചയായിട്ടും ആഗതമാകും. അപ്പോൾ ഇവിടെ ദൈവജനം ജീവൻ്റെ ഉറവയിൽ നിന്ന് കുടിക്കുമ്പോൾ തിന്മയെ പുൽകുന്നവർ
ഈ മരണം പതിയിരിക്കുന്ന ആ സമുദ്രത്തിലെ ആ ജലമാണ് കുടിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ അവർക്ക് നേരിടേണ്ടി വരുന്ന വിധിയും അതിന് മറുവശത്ത് ദൈവജനം അനുഭവിക്കാൻ പോകുന്ന ആ ജീവനും ഇവിടെ അർത്ഥമാക്കുന്നു. തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ഏവർക്കും ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.